എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും രണ്ട് സ്ഥാനത്ത് നിൽക്കേണ്ട ഒരു ഇതില്ല. ആര് ജയിച്ചാലും അവിടെയുള്ള സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ജനങ്ങൾക്ക് സഹായം ചെയ്യണം. അതേ എനിക്ക് പറയാനുള്ളൂ. രാഹുൽ ഗാന്ധിയുടെ സിസ്റ്ററിനെ നിർത്തിയ കാരണം കുഴപ്പമില്ല എന്നുള്ള രീതി തന്നെ എൻ്റെ ഒരു അഭിപ്രായം. ടൈം വേസ്റ്റാണ്, മണിയും വേസ്റ്റാണ് ആക്ച്വലി. പ്രിയങ്ക ഗാന്ധി വരട്ടെ, ഫുൾ സപ്പോർട്ട്. വയനാട്ടിലും റായ്ബറേലിയിലും ജയിച്ചതോടെ വയനാട് ഉപേക്ഷിച്ച് രാഹുൽ ഗാന്ധി പോകുന്നത് രണ്ടാമതൊരു ഉപതെരഞ്ഞെടുപ്പിനു കൂടി വയനാട്ടിലെ ജനതകൾ അഭിമുഖീകരിക്കുകയാണ്. പ്രിയങ്ക ഗാന്ധിയുടെ ഈ വരവിനെ വയനാട്ടുകാർ ഇരു കൈയും നീട്ടി സ്വീകരിക്കുമോ, അതോ ഒരു ഉപതെരഞ്ഞെടുപ്പ് വയനാട്ടുകാരോടുള്ള രാഹുൽ ഗാന്ധിയുടെ ചതിയാണോ? എന്താണ് കേരളത്തിലെ ജനങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിച്ചറിയാം. രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടത്തിയ ആ പെർഫോമൻസ് ഒക്കെ ഭയങ്കര അഭിനന്ദാർഹമായിട്ടുള്ള കാര്യമാണ്. BJPയുടെ അത്രയും ഭൂരിപക്ഷം കുറഞ്ഞു. പക്ഷേ നിങ്ങൾ ചോദിച്ച കാര്യം എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലം നിലനിർത്തണമെന്നതാണ്. തീർച്ചയായിട്ടും നിലനിർത്തേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ 3 ലക്ഷത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ച് ജനങ്ങളോട് കാണിക്കുന്ന ഒരു മര്യാദകേടായി പോകുമെന്ന് എനിക്കുണ്ട്. അതായത് വിത്ത് ഓൾ റെസ്പെക്ട്, അവർ ഇത്രയും സീറ്റ് പിടിച്ചു ഇന്ത്യ മുന്നണി എന്നുള്ളത് BJPക്കെതിരെ അത്ര ശക്തമായൊരു പ്രകടനം കാണിക്കുകയും ചെയ്തു. അതൊക്കെ അതേപോലെ തന്നെ വെച്ച് അതിനെയൊക്കെ കൺഗ്രാജുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെ പറയുന്നു വയനാട് മണ്ഡലം നിലനിർത്തേണ്ട ആവശ്യകത ഉണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും രണ്ട് സ്ഥാനത്ത് നിൽക്കേണ്ട ഒരു ഇതില്ല. എന്നാലും ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അത്രയും വോട്ട് കിട്ടിയ സ്ഥിതിക്ക് പ്രിയങ്ക ഗാന്ധി വന്ന് നിന്ന് അവരുടെ ഇതിൽ നിൽക്കുന്നത് നന്നായിരിക്കും. പിന്നെ രണ്ട് സ്ഥലത്ത് ആക്ച്വലി ഇങ്ങനെ വരുമ്പം ഇതേപോലെ ധനനഷ്ടവും ടൈമും ഇതൊക്കെ പോകും. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനത്ത് പ്രിയങ്ക ഗാന്ധി വന്ന് നിൽക്കുന്നതിൽ യോജിക്കുന്നുണ്ട്. നിലപാടിനോട് ഓരോരുത്തർ വന്നു കഴിഞ്ഞ് ഭരിച്ചു കഴിഞ്ഞ് കഴിയുമ്പോഴേ അവരുടെ എങ്ങനെയാണ് ഭരണം എന്നുള്ളത് അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അവർ വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ബാക്കിയുള്ളവരെന്ന് നമുക്കറിയത്തുള്ളൂ. രാഹുൽ ഗാന്ധിയുടെ സിസ്റ്ററിനെ നിർത്തിയ കാരണം കുഴപ്പമില്ല എന്നുള്ള രീതി തന്നെ എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ രണ്ട് സ്ഥലത്ത് നിന്നു, അത് അവരുടെ ഇഷ്ടം. പ്രിയങ്ക തന്നെ പറ്റുക നല്ല കാര്യമല്ല, കുഴപ്പമൊന്നും. ടൈം വേസ്റ്റാണ്, മണിയും വേസ്റ്റാണ് ആക്ച്വലി. പക്ഷേ ഇനിയിപ്പോൾ എന്തായാലും നടത്തിയല്ലേ പറ്റത്തുള്ളൂ. അപ്പം ഓക്കെ, പ്രിയങ്ക ഗാന്ധി ആകുമ്പോൾ കുറച്ചുകൂടെ ഒരു നാഷണൽ ലീഡർ അല്ലേ, അപ്പോൾ അതിനായിട്ടുള്ള ഒരു ഗുണം ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു നമ്മൾ. വരട്ടെ, അതിനിപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ഇപ്പം മാറാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടല്ലോ പുള്ളിക്ക് റായ്ബറേലിയിൽ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധി വരട്ടെ, ഫുൾ സപ്പോർട്ട്. ആര് ജയിച്ചാലും അവിടെയുള്ള സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ജനങ്ങൾക്ക് സഹായം ചെയ്യണം. അതേ എനിക്ക് പറയാനുള്ളൂ. ഇല്ലാത്തവരെ നോക്കി, പട്ടിണിപ്പങ്ങളെ നോക്കി ആര് സഹായിക്കുന്നു അവരാണ് ഇലക്ഷൻ, ഏത് രാഷ്ട്രീയക്കാരായാലും അവരാണ് നല്ലവർ. ഞാനതേ എൻ്റെ അറിവിൽ അതേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പം റീസെൻ്റ്ലി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ലോകത്തിലെ വെച്ച് ഏറ്റവും ഹൈ ലെവലിൽ ബഡ്ജറ്റ് ഇറക്കി ചെയ്ത ഒരു ഇലക്ഷനാണ് ഈ ലാസ്റ്റ് കഴിഞ്ഞിട്ട് പോയ ഇലക്ഷൻ. ഈ ഇലക്ഷന് ഏകദേശം 100 കോടിയോ സംതിങ് എമൗണ്ടാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടൊരു ഇലക്ഷൻ നടന്നിട്ട് അതിന് 3 ലക്ഷത്തോളം വോട്ട് സംഭരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പോലൊരു ആളല്ല പുള്ളി ജയിച്ച സ്ഥിതിക്ക് ഇനി അതിന് റീ ഇലക്ഷൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അവരെന്തായാലും അവരുടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി അതിനുള്ളൊരു മാറ്റം വരണമെങ്കിൽ തന്നെ അയാൾ ഒരു 5 വർഷം ഭരിച്ചാൽ, 2 വർഷം ഭരിച്ചാൽ മാത്രമേ അതിനെന്തെങ്കിലും മാറ്റം വരണമെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെ സന്ദർഭത്തിൽ ഒരു റീ ഇലക്ഷൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല.